ഈ ലോകത്ത് ഏത് രാജ്യത്താണ് ക്രിസ്ത്യാനികൾക്ക് ഏറ്റവും കൂടുതൽ സംരക്ഷണം കിട്ടുന്നത്? യൂറോപ്യൻ രാജ്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള രാജ്യം അത് ഇന്ത്യയാണ്. അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ അയൽവാസികളെ നോക്കൂ, പാകിസ്ഥാൻ. അവിടുത്തെ അവസ്ഥ ഞാൻ പറയണ്ടല്ലോ. അവിടെ ഹിന്ദു, സിഖുകാർ, ക്രിസ്ത്യൻസ്. ചൈന നമ്മുടെ അടുത്ത രാജ്യം. ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയമല്ല പറയുന്നത്, അയൽ രാജ്യങ്ങളാണ് പറയുന്നത്. ചൈനയിൽ അവർ തന്നെ സംഭവിക്കുന്ന 50 ലക്ഷം മുസ്ലിംസ് ജയിലിലുണ്ടെന്ന്. ക്രിസ്ത്യൻസ് പറയുന്നു ക്രിസ്തുവിൻ്റെ ഫോട്ടോ മാറ്റിയിട്ട് അവരുടെ നേതാവിൻ്റെ ഫോട്ടോ വെക്കണമെന്ന് പറയുന്നു. ഹിന്ദുക്കളും പരാതി പറയുന്നു. നേരെ നമ്മൾ അടുത്ത മ്യാൻമാറിൽ വന്നു കഴിഞ്ഞാൽ എത്രമാത്രം മുസ്ലിംസ് നമ്മുടെ ഡൽഹിയിലൂടെയൊക്കെ ആയിട്ട് വന്ന് കിടക്കുന്നു. അവർക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ? നമ്മുടെ ക്യാമ്പുകളിലല്ലേ താമസിക്കുന്നത്. ബംഗ്ലാദേശ് ഞാൻ പറയണം എന്താ സംഭവിക്കുന്നത്. ഇന്നലെയും കൊന്നിട്ടുണ്ട്. അത് വലിയ ഒരു ഇതായിട്ട് മാറിയിരിക്കുകയാണ്. ഹിന്ദുസ്, സിഖുകാർ, ക്രിസ്ത്യൻസ്. ശ്രീലങ്കയിൽ ആ ഈസ്റ്റർ തന്നെ അതിൻ്റെ ആ ഈവനിങ് നമ്മൾ മറക്കുമോ? എത്ര സ്ഫോടനങ്ങൾ, എത്ര പള്ളികൾ തകർന്നു. ഇനി ഞാൻ പറയാം, ക്രിസ്ത്യൻസ് ഭൂരിപക്ഷമുള്ള യൂറോപ്പ് എല്ലാ മാസവും വെടിവെക്കുകയല്ലേ. ആയതുകൊണ്ട് ക്രിസ്ത്യൻ ഭൂരിപക്ഷമായിട്ടുള്ള യൂറോപ്പിൽ ക്രിസ്ത്യാനികളെ വെടിവെച്ച് കൊല്ലുകയല്ലേ ഭീകരവാദികൾ. എന്തിന് അമേരിക്കയിൽ ട്രംപ് വലിയ വീരാഘാതം വിളിക്കുന്നുണ്ട്. ആ വൈറ്റ് ഹൗസിൻ്റെ പുറത്ത് കഴിഞ്ഞ മാസം 2 പോലീസ് ഉദ്യോഗസ്ഥന്മാർ ക്രിസ്ത്യാനികളായതുകൊണ്ട് അവരെ വെടിവെച്ച് വന്നില്ല. ഈ രീതിയിൽ നോക്കുന്ന അവസരത്തിൽ ഇന്ത്യയല്ലേ ഏറ്റവും സുരക്ഷിതം. ചെറിയ ചെറിയ പ്രശ്നമില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഈ നമ്മുടെ കുടുംബത്തിലുള്ള പ്രശ്നം ഉണ്ടാകാറുണ്ട്. പക്ഷേ എല്ലാവർക്കും സമാധാനമായിട്ട് കഴിയാൻ സാധിക്കുന്നത് ഇന്ത്യയിലാണ്, ന്യൂനപക്ഷമാണെങ്കിലും ഭൂരിപക്ഷമാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ തിരിച്ചു നോക്കുന്ന അവസരത്തിൽ ആരാണ് സുരക്ഷിതർ? പക്ഷേ ആഗോള ഭീകരവാദം ഇല്ലാതാകുന്ന അവസരത്തിൽ ഇത് പരിഹരിക്കപ്പെടും. ഒരു സ്ഥായിയായിട്ടുള്ള സംഭവമല്ല. പക്ഷേ ഇപ്പോഴത്തെ രീതിയിൽ ന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള രാജ്യമെന്ന് പറയുന്നത് ഇന്ത്യയാണ്. ചെറിയ പ്രശ്നമില്ല എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കേണ്ടതാണ്. എല്ലാ രാജ്യങ്ങളിലും ഈ പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യയാണ് ഭേദം. വെള്ളാപ്പള്ളിയുടെ കാര്യം എന്നോട് എന്തിനാണ് ചോദിക്കുന്നത്? ഞാൻ BJP-ക്കാരന്. അതായത് നമ്മൾ ഈ സാമുദായിക സംഘടനകളുണ്ടല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരൊരിക്കലും ഒരു പാർട്ടിക്കൊന്നും അനുകൂലമായിട്ട് നിൽക്കില്ല. അവരുടെ സമുദായത്തിന് എന്താണോ വേണ്ടത് കാലാകാലങ്ങളിൽ അതിനുവേണ്ടി അവർ പറയും. അടുത്ത സമയത്ത് അവർ മാറ്റി പറയും. അത് അവരുടെ സമുദായത്തിൻ്റെ ഇൻട്രസ്റ്റാണ്. അതിന് നമ്മളെന്തിനാ രാഷ്ട്രീയക്കാരെന്തിനാണ് ഇടപെടുന്നത്? അല്ലാതെ രാഷ്ട്രീയ പാർട്ടിയാണ്. രാഷ്ട്രീയ പാർട്ടിയും ഇതുമായിട്ട് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെ പോളിസി വേറെയാണ്, അവരുടെ സാമുദായിക സംഘടനകളല്ലേ, അവരെ സ്വാഭാവികമായിട്ടും അവരങ്ങനെ പറയും. അത് മാധ്യമങ്ങളും മറ്റു രാഷ്ട്രീയക്കാരും മനസ്സിലാക്കണം. രാഷ്ട്രീയക്കാരും മനസ്സിലാക്കിയാൽ കുഴപ്പമില്ല. അല്ലെന്ന് സാമുദായിക സംഘടന പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് സമൂഹമാണ് തീരുമാനിക്കേണ്ടത്. സമൂഹം എന്ന് പ്രതികരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഏത് സമുദായമാണെങ്കിലും അവരുടെ താല്പര്യത്തിനനുസരിച്ചാണ് അവർ പ്രതികരിക്കുന്നത്. അവരുടെ സമുദായ അംഗങ്ങൾക്ക് വേണ്ടിയാണ്, സമുദായത്തിന് വേണ്ടിയാണ് പ്രതികരിക്കുന്നത്. അപ്പോൾ അതിനെ എങ്ങനെയാണെന്ന് വേണ്ടത് സമൂഹമല്ല തീരുമാനിക്കേണ്ടത്, രാഷ്ട്രീയ പാർട്ടികളല്ല, മൊത്തം സമൂഹമാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം, മീഡിയയ്ക്ക് മീഡിയയുടെ അഭിപ്രായം പറയാം, അല്ല സമൂഹത്തിൻ്റെ അഭിപ്രായം പറയാം. ജനാധിപത്യ രീതിയിലല്ലേ ചെയ്യുന്നത്. അല്ലാതെ ഞങ്ങൾ ഒരു സമുദായം എതിർത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ മറുപടി പറയാറില്ലല്ലോ. ഞാൻ പറഞ്ഞത് ആർക്കും വിമർശിക്കാം, സാമുദായിക സംഘടനകൾക്ക് വിമർശിക്കാം. ഞങ്ങൾ മറുപടി പറയാറില്ലോ, ഞങ്ങൾ എതിർക്കാറുമില്ല. നമസ്കാരം. അത് എല്ലാവരോടും അങ്ങനെയാണല്ലോ. അവരോട് മാത്രമല്ല, എല്ലാവരോടും നമസ്കാരം. രാഷ്ട്രീയ പാർട്ടിയല്ലേ വിമർശിക്കാൻ പറ്റുള്ളൂ. നിങ്ങളെ വിമർശിക്കാൻ പറ്റുമോ?